ഹലോ മക്കളെ, +1 കെമിസ്ട്രി പരീക്ഷയെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ +1 കെമിസ്ട്രിയിൽ എന്താണ് സംഭവിച്ചത്, അതിൽ നിങ്ങൾ ഫേസ് ചെയ്ത അന്യായം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കമന്റ് ബോക്സിൽ പരീക്ഷയെ പറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം അത് ഓണസ്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇമോഷണലി ചാർജ് ആയിട്ടുള്ള കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല. നമ്മൾ ഫാക്റ്റുകൾ ഫാക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും പറയുക. അതിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന്, ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളായിക്കോട്ടെ, ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനും വരെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് +1 കെമിസ്ട്രി പരീക്ഷ സംഭവിച്ചത്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇന്ന് പരീക്ഷ ഹാളിലേക്ക് പോയി ഈ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലും പേപ്പർ നോക്കുമ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പല ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്സ് ആണ്. പക്ഷേ ഒന്നും ഔട്ട് ഓഫ് സിലബസ് അല്ല, അത് ഒരിക്കലും അല്ല, ഒരു കാരണവശാലും അല്ല. പക്ഷെ അത് ചോദിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ PYQസിലായിക്കോട്ടെ അല്ലാത്ത സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ച ചോദ്യങ്ങളിലായിക്കോട്ടെ ചെയ്യിപ്പിക്കുന്ന രീതിയിലല്ല ചോദിച്ചിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്താണ് കുറച്ചധികം ചിന്തിക്കേണ്ട അല്ലെ എഫേർട്ട് എടുക്കേണ്ട ചോദ്യങ്ങളായിരുന്നു ഉള്ളത്. കാൽക്കുലേഷൻ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ പല ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ ഇന്റൻസീവ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറെ കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് കുറെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ഇല്ല. ഇനി അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ വേറൊരു പ്രശ്നമുള്ളത്, സാധാരണ ഇപ്പോൾ മോഡൽ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡൽ എക്സാമിൽ കുറേ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെ കുറച്ച് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വിച്ച് ഇസ് ഓക്കെ, ഫെയർ എനഫ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പേപ്പർ അങ്ങനത്തെ ഒരു പേപ്പർ അല്ലായിരുന്നു. ഇതിൽ ഇങ്ങനെ കുറേ ഈസി ചോദ്യങ്ങളുണ്ട്. 1-2 ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിക്കുന്ന മൾട്ടിപ്പിൾ ഒക്കെ ചോദിക്കുന്നതല്ലാതെ കുറേ അങ്ങനത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കുട്ടിക്ക്, സാധാരണ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആൻസർ പഠിച്ചു പോയ ഒരു കുട്ടിക്ക്, പെട്ടെന്ന് പഠിച്ചു പോയ കുട്ടിക്ക് അല്ല, അത്യാവശ്യം പഠിച്ചു പോയ ഒരു കുട്ടിക്ക്, സാധാരണ രീതി പഠിച്ചു പോയ കുട്ടിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മിക്ക ചോദ്യങ്ങളും ഒരു മോഡറേറ്റ് അല്ലെ ഡിഫിക്കൽട്ട് ലെവൽ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇനി പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പേപ്പർ ടഫാക്കിയതല്ല നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ പേപ്പറിൽ ഇട്ടു എന്നല്ല നമ്മുടെ പോയിന്റ്. ഇൻഫാക്ട് അങ്ങനെ ആയിരിക്കണം ഒരു പേപ്പർ. +1 +2 ലെവലിൽ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആ കുട്ടീനെ കുറച്ച് കുട്ടിക്ക് ആ കോൺസെപ്റ്റ് അറിയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്ന ഒരു പേപ്പർ ആയിരിക്കണം എല്ലാ പേപ്പറും. എന്നിട്ട് നമ്മൾ എന്തിനാ ഈ പേപ്പറിനെ കുറ്റം പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ തംബ്നെയിലിൽ ചതി നിട്ടിരിക്കുന്നത്? വളരെ സിമ്പിൾ, ഒറ്റ റീസൺ കൊണ്ടാണ്. അത് കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ +1 മാത്സിൽ പറഞ്ഞ ഒരു റീസൺ, സെയിം റീസൺ ആണ് ഇവിടെ വീണ്ടും പറയാനുള്ളത്. എന്തുകൊണ്ട് ഇതിന് മുൻപുള്ള പരീക്ഷയും ഇങ്ങനെ ആക്കിയില്ല? എന്തുകൊണ്ട് നമ്മൾ +1 കെമിസ്ട്രിയുടെ മോഡൽ എക്സാം എടുത്തു നോക്കുമ്പോൾ ഈ ലെവലുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് അവിടെ കുറേ PYQs ബേസ്ഡ് ആയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും 1-2 ട്വിസ്റ്റഡ് ആയിട്ടില്ല 1-2 ചോദിക്കുകയും ഇവിടെ വന്നപ്പോൾ ആ PYQസും ആ മോഡലുള്ള ക്വസ്റ്റ്യനും ഇല്ലാതാവുകയും കുറച്ചും കൂടി ചിന്തിപ്പിക്കുന്ന ഓക്കെ, ഇറ്റ് ഇസ് ഫൈൻ. പക്ഷെ എന്തുകൊണ്ട് ആ സാധനം കൊണ്ടിട്ട് അവിടെ മോഡൽ എക്സാമിന് ഇട്ടില്ല? കാരണം മോഡൽ എക്സാം ബൈ ഡെഫിനിഷൻ അത് മാതൃകാ പരീക്ഷയല്ലേ, മോഡൽ ആവണ്ടേ ഇതിന്റെ. അതെന്തുകൊണ്ട് ഒരു മോഡൽ ആയില്ല? അതൊരു വലിയൊരു ചോദ്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എന്തിനാണ് മോഡൽ എക്സാം നടത്തുന്നത്? ഒരു പരീക്ഷ വെറുതെ എഴുതി ശീലിക്കാനാണെങ്കിൽ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനാണെങ്കിൽ സ്കൂളിൽ പരീക്ഷ എടുത്താൽ പോരെ. എന്തിനാണ് ഗവൺമെന്റ് അല്ലെ ഒഫീഷ്യലി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് എല്ലാ സ്കൂളിലും വിട്ടിട്ട് അതൊരു വലിയൊരു സംഭവമാക്കി മാറ്റുമ്പോൾ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുക എന്താ? അതേ ചോദ്യങ്ങൾ ചോദിക്കേണ്ട നിങ്ങൾ പബ്ലിക് എക്സാമിൽ ഒരിക്കലും ചോദിക്കേണ്ട, ഒരു ചോദ്യം പോലും റിപ്പീറ്റ് ചെയ്യണ്ട. പക്ഷെ അതേ മാതൃകയിൽ വേണ്ടേ, ആ ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ വേണ്ടേ ഈ പബ്ലിക് എക്സാം സെറ്റ് ചെയ്യാൻ വേണ്ടി? അല്ലെ പിന്നെ ഇതിന്റെ അർത്ഥം എന്താ എന്നുള്ള ഒരൊറ്റ ചോദ്യം, ആ ഒറ്റ കാര്യത്തിലെ എക്സാമിനറിന്റെ ഹോൾ ടീമിനും ഒബ്ജക്ഷൻ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു ഒറ്റ കാര്യത്തിൽ ഒബ്ജക്ഷൻ ഉള്ളൂ. എക്സാമിന്റെ ലെവലിൽ കൂട്ടുകയോ കുറയ്ക്കോ അതൊക്കെ അവരുടെ ഇഷ്ടം, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പക്ഷേ അത് നമുക്ക് ഹിന്റ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങളോട് പറയണത് ടഫാക്കും, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മോഡൽ എക്സാം, അതിനാണല്ലോ മോഡലിന്റെ പേര്. അത് ടഫാക്കിയാൽ മതിയായിരുന്നു. അത് ടഫാക്കിയാൽ നിങ്ങൾ കുറച്ചും കൂടി റെഡി ആവും, നിങ്ങൾ കുറച്ചുകൂടി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. നമ്മളും പറയും PYQs മാത്രം കുറച്ചും കൂടി നമ്മൾ ഡെപ്തിലേക്കൊക്കെ പോവായിരുന്നു. നമ്മൾ മാത്രമല്ല, സ്കൂളിലെ ടീച്ചേഴ്സ്, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും നിങ്ങൾക്ക് എക്സ്ട്രാ ചോദ്യങ്ങളെങ്കിലും തരില്ല. ഒരു PDF അല്ലെങ്കിൽ ഒരു ബുക്കിലെ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യണം എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ആൻഡ് ഇത് എന്റെ അഭിപ്രായത്തില് മോഡൽ എക്സാം ഇത്ര ഡിഫിക്കൽട്ട് ആക്കാന്ന് പറഞ്ഞാൽ വലിയ സംഭവമുള്ള പണിയല്ലേ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ സെയിം ലെവലിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത്. ഇതുപോലത്തെ ഒരു വേറെ ക്വസ്റ്റ്യൻ പേപ്പർ 1, 2, 3 ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു നല്ലൊരു വിവരമുള്ള അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ വേറെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനും ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ്, വലിയൊരു സംഭവമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അത് പോസിബിൾ ആയുള്ള കാര്യമാണ്. അപ്പോൾ പോസിബിലിറ്റി അവിടെ കിടക്കുമ്പോൾ അതാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇത് +1 കെമിസ്ട്രിയിൽ മാത്രം നടന്ന കാര്യമല്ല, ഇത് തന്നെയാണ് +2 ഫിസിക്സിലും +2 കെമിസ്ട്രിയിലും ഒക്കെ നടന്ന കാര്യം. അപ്പോൾ ഇറ്റ് ഇസ് എ റിപ്പീറ്റഡ് പാറ്റേൺ. ഓക്കെ,
അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതും പോരാന്നാണ് പറയുന്നത്. ഇനിയുള്ള വർഷം, കഴിഞ്ഞ വർഷം നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം +1 മാത്സ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു പ്രശ്നമാണ്. കുറെ കുട്ടികളെ ബുദ്ധിമുട്ട് ചേച്ചി. ഇത് കുട്ടികളെ ഒരു എക്സാമിന് ബുദ്ധിമുട്ടിക്കുന്നതിന് മാത്രമല്ല, ഇത് നിങ്ങളെ ലോങ് ടേമിൽ എഫക്ട് ചെയ്യുന്നു. ഇത് കുറേ കുട്ടികൾ ഇനി +1 കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷം ടെൻഷൻ അടിക്കുന്നു. കുറേ ടെൻഷൻ ഉണ്ട്. ഇതിന് പകരം നിങ്ങൾ മോഡൽ എക്സാം ടഫാക്കി ഫൈനൽ എക്സാം ആ ലെവലിലാക്കിയ കുഴപ്പമില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ചിലപ്പം ഹാപ്പി ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ സമാധാനത്തിലായിരിക്കും. ഇത് കാരണം നിങ്ങളുടെ +2 എഫക്റ്റ് ആവുന്നുള്ള കാര്യം ഒരു റിയാലിറ്റി നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളെ അത് എഫക്ട് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് അത് കൺസിഡറേഷനിൽ വരുന്നില്ല എന്നുള്ള ചോദ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇനി മോഡൽ എക്സാം ടഫ് ആക്കിയത് മാത്രം അതൊരു ചെറിയൊരു സൊല്യൂഷൻ, ഒരു സിഗ്നൽ മാത്രമാണ് അത്. പക്ഷെ അവസാന നിമിഷമാണ് ഇവർ തരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് അപ്പോഴും കിട്ടാനില്ല. ഈ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയോ 2 ആഴ്ചയോ പറ്റൂല. അപ്പൊ ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ CBSE ഒക്കെ ചെയ്യുന്നതാണ്. അതായത് ഒരു 5 or 6 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ട, ഓക്കെ, പക്ഷെ ഒരു 5 or 6 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നേരത്തെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തോ, ഓക്കെ. അത് ഈ അവസാനത്തെ ജാനുവരി ഫെബ്രുവരി സമയത്തേക്ക് വെയിറ്റ് ചെയ്യണ്ട, അത് നേരത്തെ ചെയ്യാലോ, വേണേ വർഷം തുടങ്ങുമ്പോൾ വരെ ചെയ്യാലോ. സിലബസ് വർഷങ്ങൾ മുമ്പേ ഡിസൈഡ് ചെയ്ത സിലബസ് തന്നെയാണ്, എല്ലാം സെയിം ആണ്. അപ്പൊ ഇതായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ലെവൽ ഓഫ് ചോദ്യങ്ങളിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കിയാൽ പഠിക്കാൻ തയ്യാറായ കുട്ടികളാണ് കേരളത്തിലുള്ളത്. പഠിപ്പിക്കാൻ തയ്യാറായുള്ള ടീച്ചേഴ്സ് ആണ് സ്കൂളിലും നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ഉള്ളത്. പക്ഷെ ഏത് ലെവലിൽ വരും എന്ന് നമുക്ക് മനസ്സിലായല്ല അതിനനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനും നീറ്റ് പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്, അലൻ സാർ JEE പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. അപ്പൊ നമുക്കിത് പഠിപ്പിക്കാൻ അറിയാത്തതിന്റെ പ്രശ്നമല്ല, പക്ഷെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പൊ ഞാൻ നാളെ +1 ഫിസിക്സ് പരീക്ഷയിൽ വരാൻ പോവാണ്. അപ്പൊ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ നീറ്റ് ലെവലിൽ ചോദ്യങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ അത് പഠിപ്പിച്ച് നിങ്ങൾക്ക് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാലേ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ കാര്യമുണ്ട്, അല്ലെ അങ്ങനെ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരു 5 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തരൂ, എന്നിട്ട് ഇതായിരിക്കും ലെവൽ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് സിഗ്നൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ പഠിക്കും, എല്ലാ മക്കളും അങ്ങനെ പഠിക്കും, എല്ലാ ടീച്ചേഴ്സ് അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യും. ഒരു ചോദ്യം പോലും റിപ്പീറ്റ് ചെയ്യണ്ട, ഒരു ചോദ്യം പോലും അതിലുള്ളത് അതിന്റെ സമാനമായിട്ടുള്ള ചോദ്യം പോലും പബ്ലിക് എക്സാം ചോദിക്കണ്ട. പക്ഷെ അതേ ലെവലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതാണ് ശരിക്കത്തെ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ ലെവൽ അപ്പ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് പരീക്ഷ മാത്രം ടഫാക്കിയതുകൊണ്ട്, അത് പബ്ലിക് എക്സാം മാത്രം കൊണ്ട് ടഫാക്കിയതുകൊണ്ട് കുട്ടികളുടെ ലെവൽ ഒരിക്കലും കൂടില്ല. പഠന നിലവാരം കൂട്ടാണ് നമ്മുടെ എയിമെങ്കിൽ പരീക്ഷ മാത്രം ടഫാക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുട്ടികളെ വെറുതെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും എന്നുള്ള ഒറ്റ കാര്യം അവിടെ നടക്കാൻ പോകുന്നുള്ളൂ. മൊത്തത്തിൽ പഠന നിലവാരം ഉയർത്തണമെങ്കിൽ പറയൂ, ഇതാണ് വി ആർ എക്സ്പെക്ടിങ് ദിസ് ഓഫ് യു, ഞങ്ങൾ വേറെ PYQ പഠിക്കുന്ന അല്ല നിങ്ങളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് സിഗ്നൽ കൊടുക്കാറോ. ഇതിലെന്താ ഇതിന് ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം എന്നെ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അതിന് ഉത്തരം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഓക്കെ. ഈ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് എൻഡ് ചെയ്യാൻ പോവാണ്. അതായത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് അറിയാം, ബയോളജി ഇനി വരാൻ പോകുന്ന പരീക്ഷയാണ്, ഫിസിക്സ് ഇനി വരാൻ പോകുന്ന പരീക്ഷയാണ്, മാത്സും ഉണ്ട്, അവസാനം ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്തായിരിക്കും സംഭവിക്കുക? ഒരു കാര്യം വളരെ ക്ലിയർ ആണ് മക്കളെ, 99% ചാൻസും പരീക്ഷകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പരീക്ഷ ആവാൻ ചാൻസ് ഇല്ല. കുറച്ച് ഡിഫിക്കൽട്ട് സൈഡിലേക്കുള്ള പരീക്ഷ ആയിരിക്കും ചാൻസ്. പണ്ടൊക്കെ നമ്മൾ പറയുന്നു, കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ 1 വർഷം നമ്മൾ പറയുന്നു എല്ലാ പരീക്ഷയിലും ഒരു പരീക്ഷ ടഫായിട്ട് ചോദിക്കാറുണ്ട്, ബാക്കിയുള്ള പരീക്ഷ എല്ലാ വർഷത്തിലും സംഭവിക്കുന്ന സംഭവം. അപ്പൊ ആ ലോജിക് കൂടെ അപ്ലൈ ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് മാത്രമേ ടഫ് ഉണ്ടാവും, ഇന്നുള്ള എളുപ്പമായിരിക്കും. പക്ഷെ +2 സംഭവിച്ച അങ്ങനെയല്ല. +2 ഫിസിക്സും ടഫ് ആവാൻ നമ്മുടെ വിഷയമുള്ള കാര്യമല്ല കേട്ടോ, ടഫ് ആക്കിക്കോ, പക്ഷെ സിഗ്നൽ തന്നിട്ട്. അപ്പൊ +2 ടഫ്, ഫിസിക്സ് ടഫായിരുന്നു, കെമിസ്ട്രി ടഫായിരുന്നു. അപ്പൊ മനസ്സിലായില്ല? അപ്പൊ ആ പാറ്റേൺ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷയിൽ എന്തായാലും ഡിഫിക്കൽട്ട് എൻഡിലാണെന്നുള്ള കാര്യം നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുക. അത് നിങ്ങൾ പേടിപ്പിക്കാൻ പറയുന്നതല്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓൾറെഡി അത്യാവശ്യം പിന്നെ വീണ്ടും ഒരു കാര്യം ഞാൻ പറയാം, ഓൾറെഡി ആദ്യം മുതൽ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഇതൊന്നൊരു വിഷയമായിരിക്കില്ല. കെമിസ്ട്രിയുടെ കാര്യത്തിൽ അത് തന്നെയായിരിക്കും സത്യം എന്ന് എനിക്ക് തോന്നുന്നു. ഫിസിക്സിന്റെ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫിസിക്സ് മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് മക്കളെ? ആ 10 hour എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പോയിരുന്ന് കാണാം. 500K വ്യൂസ് ആണ് ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത്രയും പേര് കണ്ടിട്ടുണ്ട്. അതിനുള്ള വ്യത്യാസം എന്തായാലും അവർക്ക് മോഡലിലെ പബ്ലിക് എക്സാമിൽ വരും, ഓക്കെ. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പോയി കാണാം, എന്നിട്ട് ഇനിയുള്ള ലൈവുകൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഈ വർഷം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനില്ല. അടുത്ത വർഷം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അടുത്ത വർഷം വളരെ ക്ലിയർ ആണ്. ഇനി ഈ പറഞ്ഞ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നാലും തന്നില്ലേലും, ഓക്കെ, നമുക്ക് മനസ്സിലായി പരീക്ഷ ലെവൽ മുകളിലേക്ക് പോകണം. അപ്പൊ മര്യാദയ്ക്ക് പഠിക്കാൻ വേണ്ടി അടുത്ത വർഷമെങ്കിലും നിങ്ങൾ റെഡി ആവും. അടുത്ത വർഷം അല്ല, മോഡൽ എക്സാം ടഫ് ആക്കിയോണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് ഒരാഴ്ചയും കൂടി നിങ്ങളുടെ ലൈഫ് അങ്ങ് മാറ്റി മറിക്കാൻ പറ്റൂല. മോഡൽ എക്സാം വരെ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ആദ്യമേ പഠിക്കാം. വേറൊരു സെറ്റ് ഓഫ് കുട്ടികളോട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെ ടഫായിട്ട് +2ലും കഴിഞ്ഞ ദിവസം ടഫായിട്ട് വന്നു കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം +2ന്റെ കമന്റ് ബോക്സിൽ എടുത്ത് നോക്കിയപ്പോൾ മാത്സ് ഇതുവരെയായിട്ട് പഠിക്കാത്തവരുണ്ടോ? ഒരാഴ്ച ആക്ച്വലി കിട്ടിയിട്ടുണ്ട്, 2 ദിവസം മുമ്പ്. അപ്പം ഫിസിക്സും ടഫായിരുന്നു, മാത്സും ടഫ്, കെമിസ്ട്രിയും ടഫായിരുന്നു. ആ ഹിന്റ് നമ്മളും പറഞ്ഞിട്ടുണ്ട്, പഠിക്കുക. എന്നിട്ട്
എന്നിട്ട് എക്സാമിന്റെ 2 ദിവസം മുമ്പ് കമന്റ് വരികയാണ് മാത്സ് ഇപ്പോഴും പഠിക്കാത്തവർ ലൈക്ക് അടി. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ പരീക്ഷയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കാര്യം കഷ്ടപോകുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മക്കളെ നടക്കില്ല. അത് ഞങ്ങൾ സപ്പോർട്ടും ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഇന്ന് മുതൽ നന്നായി പഠിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ 0-1. പരീക്ഷ ടഫായാലും 0 അല്ലെങ്കിൽ പരീക്ഷ ഈസി ആയാലും 100%, അങ്ങനെ ഒരിക്കലും അല്ല വർക്ക് ചെയ്യുക. പരീക്ഷ ടഫ് ആണെങ്കിലും നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് 90% എബോവ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുള്ള പരീക്ഷയാണ് ഇതും നന്നായിട്ട് എന്ന് ഈ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. 3 ദിവസം ഉറക്കം ഒളിഞ്ഞിരുന്ന് പഠിച്ചു, അങ്ങനത്തെ കുട്ടികൾക്കല്ല, നേരത്തെ മുതൽ പഠിച്ച കുട്ടിക്ക്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ നേരത്തെ മുതൽ പഠിച്ചില്ല, അപ്പോൾ ഞാൻ സാറ് നേരത്തെ മുതൽ പഠിച്ചില്ല അപ്പോൾ എനിക്ക് 0 ആണോ? അല്ല, അപ്പോഴും 0 അല്ല. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും മര്യാദക്കൊന്ന് പഠിക്കാൻ നോക്ക്. അതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വ്യത്യാസത്തിലാണ് നിങ്ങൾ ബെറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല വേറൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവർക്കും ഇതുപോലെ ടഫായിട്ട് വന്നാൽ പൊതുവെ എന്താ സംഭവിക്കാറ്? ഇവാലുവേഷൻ ലീനിയൻ്റ് ആക്കും. എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷ ചിലപ്പോൾ 85 ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടാൻ 92 ആയിരിക്കും. ആ രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് നിങ്ങൾ 85 സ്കോർ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ, സമ്മറി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് വീണ്ടും ഒരു ചതി, തമ്മിൽ കൊടുത്ത കാര്യം തന്നെയാണ്, വീണ്ടും ഒരു ചതി തന്നെയായിരുന്നു. കാരണം എന്തിനാ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടഫാക്കൂ. ഞങ്ങളും കഴിഞ്ഞ വർഷവും നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, അതിലും പറയുന്ന ടഫാക്കൂ എന്ന് തന്നെയാണ്. പക്ഷേ ക്ലിയർ സിഗ്നൽ തരൂ, അതിനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള മെറ്റീരിയൽ തരൂ, പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തരൂ, എന്തെങ്കിലും റിസോഴ്സസ് തരൂ ഇൻഡിക്കേറ്റിംഗ് ഇതാണ് നമ്മുടെ ലെവല്. അത് ചെയ്തിട്ട് എത്ര വേണം ടഫാക്കിക്കോ, നമുക്കതിന് പഠിക്കാം, നമുക്കതിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ കുട്ടികളെ. സ്കൂളിലെ ടീച്ചേഴ്സും നമ്മുടെ എല്ലാ ടീച്ചർ കമ്മ്യൂണിറ്റിക്ക് അത് പറ്റുന്ന കാര്യമാണ്, പറ്റാത്ത കാര്യം ഒരിക്കലും അല്ല. പക്ഷെ അത് അറിയാണ്ട് എങ്ങനെ ചെയ്യും? അപ്പോൾ അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായി പഠിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും. പരീക്ഷ ടഫായിട്ടുള്ള രീതിയിൽ പ്രതീക്ഷിച്ചായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള ടീച്ചേഴ്സിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.